നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. ഗൃഹോപകരണ രംഗത്ത് ഗുണമേന്മയുള്ള വീട്ടുപകരണങ്ങൾക്ക് മാത്രമായി ജനതയുടെ നവീകരിച്ച ഷോറൂം ജനത ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം, ജനത ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷാംഗങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനും ഗ്രാമത്തിലെ സാധാരണക്കാരുടെ ക്ഷേമവും ലക്ഷ്യമാക്കി കാഴ്ചപ്പാടുകളോടുകൂടി അധികാരത്തിലേറിയ CPM ഭരണസമിതിക്കും കൂടാതെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വെല്ലുവിളി ഉയർത്തിയ പുതിയ UDF സർക്കാർ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് വികസന പ്രവർത്തനങ്ങൾ സാധ്യമല്ലാതാക്കിയിരിക്കുകയാണെന്ന് പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി വ്യക്തമാക്കി. സമഗ്ര വികസനത്തിനെയും സാധാരണക്കാരുടെ ക്ഷേമത്തെയും ദോഷകരമായി ബാധിക്കുന്ന അതീവ ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. നമ്മുടെ 2026-27 സാമ്പത്തിക വർഷത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പദ്ധതി വിഹിതമായി ബന്ധപ്പെട്ട് നൽകേണ്ട ഫണ്ടിന്റെ ഒരു ലഭ്യതക്കുറവ് നമുക്ക് നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1,69,00,000 രൂപയോളം വെട്ടിക്കുറവാണ് നമുക്ക് ഈ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായിരിക്കുന്നത്. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ വീട് വാസയോഗ്യമാക്കുക, അങ്ങനെ തുടങ്ങിയ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൽ നമുക്ക് വീഴ്ച വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്ലാൻ ഫണ്ടിന്റെ കുറവ് മൂലം. അതിനെതിരെ ഇന്ന് പ്രമേയം അവതരിപ്പിച്ചു കമ്മിറ്റിയിൽ. പക്ഷേ നിർഭാഗ്യവശാൽ UDF അംഗങ്ങൾ ഇറങ്ങിപ്പോവുകയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. BJP അംഗങ്ങളാവട്ടെ തത്വപരമായി അത് അംഗീകരിച്ചു. പക്ഷേ പ്രമേയത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ വിട്ടുനിന്നു. പക്ഷേ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രമേയം നിലവിൽ പാസ്സാക്കുകയാണ് ഉണ്ടായത്. 2026-27 പദ്ധതി വിഹിതത്തിൽ 1,69,00,000 രൂപ വെട്ടിച്ചുരുക്കിയതായി അവർ പറഞ്ഞു. ഇത് സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് തടസ്സമാകുന്നതായും അറിയിച്ചു. പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത് അപഹാസ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. വൈസ് പ്രസിഡന്റ് CC സുരേഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CG ജോൺ എന്നിവരും UDF സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസാരിച്ചു. മൂന്നാം ഗഡുവായ 1,28,00,000 രൂപ ഇന്നേ വരെ കിട്ടിയിട്ടില്ലാത്തതും അതിന് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. അത് ഈ സമയം വരെ നമുക്കിവിടെ പഞ്ചായത്തിന് വിഹിതം നൽകാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ട ജനങ്ങളെ പൊളിച്ച് വീട് വാസയോഗ്യമാക്കൽ, അതുപോലെ വീടിന്റെ റിപ്പയറിങ്ങിന്റെ പൈസ, അതുപോലെ ലൈഫ് ഭവന പദ്ധതികളുടെ പൈസ, ഈ കുറവ് മൂലം അവർക്ക് ഗഡുകൾ, 2ാം ഗഡു 3ാം ഗഡു അതൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആ ഒരു കാരണങ്ങൾ കൊണ്ടാണ് സാധിക്കാതിരുന്നത്. അപ്പോൾ ഈ ലഭ്യതക്കുറവ്, പണത്തിന്റെ ലഭ്യതക്കുറവ്, അത് തത്വത്തിൽ അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ആണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ പ്രമേയം പാസാക്കി അവതരിപ്പിച്ചത്. CCB ന്യൂസ്, പഴയന്നൂർ.